അതൊന്നുമില്ലാത്ത ഒരു ഷൂ എന്നുള്ളൊരു പടമായിരുന്നു. 3 മണിക്കൂറായിരുന്നു പടത്തിന്റെ ഡ്യൂറേഷൻ. പടത്തിന്റെ അവസാനത്തെ ഒരു 15 മിനിറ്റ് മൊത്തം IPL മാച്ച് ആയിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പടം മൊത്തം IPL മാച്ച് മാത്രം ഇട്ടിരുന്നെങ്കിൽ കുറച്ചെങ്കിലും കണ്ടിരിക്കാൻ സുഖമായേനെ എന്ന് എനിക്ക് തോന്നി. സോ കണ്ടു നോക്കുക. ഇതാണ് നമ്മുടെ വിജയ് അണ്ണന്റെ ഗോട്ട്. അപ്പോൾ അണ്ണൻ അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഏറ്റവും പീക്ക് ടൈമിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നല്ലൊരു പടം ചെയ്തിട്ട് ഒന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന ഒരു നല്ല മൊമെന്റ് ആയിരിക്കും അത്. ഇമ്മാതിരി സാധനങ്ങളൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതായത് വീണ്ടും ഈ പഴയ ബോംബ് അത് തന്നെയാണ് ഈ പടത്തിന്റെയും പ്ലോട്ട് എന്ന് പറയുന്നത്. പക്ഷെ അത് പറയുന്നതിന് ഒരു രസം വേണ്ടേ? ഇതെല്ലാം പറയുന്നത് പോലെ തന്നെ വീണ്ടും 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 പറഞ്ഞ് ഇത് തീർന്നല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഒരു കളർ സെറോക്സ് എടുത്ത വിജയ് കൂടി വരുന്നത്. പിന്നെ ഒരു ചില്ലുവെട്ടിയിൽ എന്താണ് നമ്മൾ ഈ സുവോളജി ലാബിൽ തവളനെല്ലാം ഇട്ട് വയ്ക്കില്ലേ, അതുപോലെ വെള്ളത്തിലിട്ട് വെച്ച വേറൊരു വിജയ്. പിന്നീട് അങ്ങോട്ട് കാണുന്നത് മൊത്തം വിജയ് തന്നെയായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഗോട്ട്. വേറൊരു പടിയിലേക്ക് ഒന്ന് കണ്ടു നോക്കുക, വെങ്കട് പ്രഭുവിന്റെ ഗോട്ട്.